പ്രേസരോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം എന്റെ 12-ാമത്തെ വാക്യം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ഏട്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അധ്വാനത്തിനൊത്ത പ്രയത്നത്തിനൊത്ത പ്രതിഫലം തരുന്ന ദൈവം. 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ പ്രാരംഭത്തിൽ നിങ്ങളോട് ചില ദൂരം, നിന്റെ പ്രയത്നത്തിനും നിന്റെ പ്രവർത്തിക്കും നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും ദൈവം നിനക്ക് ഒരു 100 മേനി വിളവ് തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. ഒരുപക്ഷെ മുമ്പിൽ ഒരു വഴിയുമില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞ് നിരാശയുടെ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ നടുവിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഒരിക്കൽ പോലും നീ മനസ്സുകൊണ്ട് തളർന്നു പോകാതെ നീ മനസ്സുകൊണ്ട് എഴുന്നേക്കണം. ഹല്ലേലൂയ. കാരണം ദൈവം നിനക്കൊരു 100 മേനി വിളവ് ഒരുക്കിയിട്ടുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന കഷ്ടതയുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തി. എവിടെ നീ പരാജയപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ, അതിന്റെ നടിയിൽ ദൈവം നിനക്കൊരു 100 മേനി തന്നാൽ നിന്നെ അനുഗ്രഹിച്ചാൽ നിനക്ക് സന്തോഷമാകില്ലേ? ഇസഹാക്കിനെ സംബന്ധിച്ച് ഗെരാരിൽ ഒരുപാട് നിന്ദിക്കപ്പെടേണ്ടി വന്നു. ഫിലിസ്ത്യ രാജാവായിരിക്കുന്ന അബീമേലെക്കും അവന്റെ സൈന്യവും സേനാധിപന്മാരും ആ ദേശത്തിലെ ജനവും ഇസഹാക്കിനെ ഒരുപാട് ഞെരുക്കി അപമാനിക്കപ്പെടേണ്ടി വന്നപ്പോഴും ദൈവവചനത്തിന്റെ മുമ്പാകെ ഉറച്ചു നിന്നതുകൊണ്ട് എവിടെ പരാജയപ്പെടുന്നുവെന്ന് തോന്നി ആ സ്ഥാനത്താണ് ദൈവം 100 മേനി കൊടുത്തത്. ഇന്ന് പകൽ ഞാൻ പറയുന്നത്, നിന്റെ ബിസിനസ്സിലാകട്ടെ, നിന്റെ ജോലിയിലാകട്ടെ, നിങ്ങളുടെ ആരോഗ്യ മേഖലയിലാകട്ടെ, പ്രൈസ് ദി ലോർഡ്, നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നിന്റെ അധ്വാനത്തിനോട് ആമേൻ ദൈവം 100 മടങ്ങ് വർദ്ധിപ്പാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കണം. ഇവിടെ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു എന്നുള്ളതാണ്. ഗെരാരിൽ ആ ഏട്ടിൽ 100 മേനി വിളവ് കിട്ടി. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിന്റെ വിധയെക്കുറിച്ച് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അല്ലെങ്കിൽ അവന്റെ അടുക്കൽ വന്നുകൂടിയത് കൊണ്ട് അവൻ പടകിൽ കയറി, ഹല്ലേലൂയ, ഇരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, ആ ഉപമയിലെ വിധയാണ് നമ്മൾ കേൾക്കുന്നത്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പാറസ്ഥലത്ത് പറവുകൾ വന്ന് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മുള്ളിനും മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുള്ളു മുളച്ചു വന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ അമ്മ ചൂട് തട്ടി വേരില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. പിന്നെ ചിലത് മുള്ളിനിടയിൽ വിതച്ചു, അത് വളർന്ന് ആ മുള്ള എന്നെ ഞെരുക്കി കളഞ്ഞു. അപ്പം വഴിയരികെ പാറസ്ഥലത്ത് മുള്ളിനിടയിൽ വിതച്ചത്. എന്നിട്ട് നല്ല നിലത്ത് വിതച്ചു, അത് 30, 60, 100 മേനി വിളഞ്ഞുവെന്ന് ഈ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 തൊട്ട് നിങ്ങൾ അതിന്റെ 8 വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കാതെ വായിക്കണം. ഞാൻ അതിനകത്ത് ചില ഭാഗങ്ങൾ എടുത്താ പറഞ്ഞു. അതിനെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവോട് ചോദിച്ചപ്പോൾ യേശു അവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് ആ വിധയെ കുറിച്ച്. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്നാൽ വിതയ്ക്കുന്നവൻ ഉപമ കേട്ടുകൊള്ളി, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയിലേക്ക് വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നാകുന്നുവെങ്കിലും വേരില്ലായികയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കുമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകും.
മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ഹല്ലേലൂയ ആമീൻ ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകും. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് 100, 60, 30 മേനി. യേശുവിന്റെ മറുപടി കൂടെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് നിങ്ങളത് ശ്രദ്ധയോടെ വായിക്കുക. അല്ലേ? അപ്പൊ ഇവിടെ ഇസ്ഹാക്ക് ഹല്ലേലൂയ ആക്ഷരികമായൊരു വിത നടത്തുമ്പോൾ പുതിയ നിയമത്തിൽ യേശു വിതക്കാരനെ കുറിച്ച് വിതയുടെ കാര്യങ്ങളെ ഉപമകളായി പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ ആത്മീകമായൊരു വിതയാണ് നടക്കേണ്ടത്. അല്ലേ? ആത്മീകമായി വിത എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന നല്ല നിലത്ത് ദൈവത്തിന്റെ വചനമാകുന്ന നല്ല വിത്ത് വിതച്ച് ആ വിതച്ച വചനത്തിനോട് ചേർന്ന് നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാം വിതച്ചതിനെല്ലാം മറുപടി കിട്ടും, പ്രതിഫലം കിട്ടും. പലപ്പോഴും നിങ്ങൾക്ക് പലതും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥനയില്ല, ദൈവത്തോട് ചേർന്ന് ബന്ധമില്ല, ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുന്നില്ല, ദൈവാലോചന പ്രാപിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ സ്വന്തം ഹിതത്താൽ സുഹിതത്താൽ നിങ്ങൾ പലതും ചെയ്തു കൂട്ടുന്നത് കൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ഇടറിപ്പോവുകയാണ്. പ്രൈസ്. എന്നാൽ നിങ്ങൾ ആമീൻ വചനമാകുന്ന വിത്തുകൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് നീ ഏത് മേഖലയിലാണ് അധ്വാനിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ നിന്റെ പ്രയത്നത്തിന് തക്ക പ്രതിഫലം തരാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളെ ദൈവം വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 100 മേനി വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. 100 മേനി വിളവ് നിങ്ങൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. എല്ലാത്തിനും നിങ്ങൾ ഉയർച്ച ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിനകത്ത് നാം പരാജിതരായി മാറരുത്. പലപ്പോഴും പലരുടെ അവൻ ചിന്ത എന്താണ്? അയ്യോ, ദൈവത്തോട് അങ്ങനെ ചോദിക്കാമോ, ദൈവത്തോട് അങ്ങനെ സംസാരിക്കാമോ എന്നൊക്കെ പലരുടെ ഉള്ളിൽ ചിന്തകൾ വന്നിട്ട് അവർ ദൈവത്തെ ഹല്ലേലൂയ ആമീൻ വേണ്ടതുപോലെ അവരുടെ ഹൃദയത്തിനകത്ത് ഇടം കൊടുക്കാതെ പലരും മാറി നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, ഒരു കുഞ്ഞു കുട്ടി, ഒരു കൊച്ചു കുഞ്ഞ് തന്റെ പിതാവിനോട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടമായ ദൈവത്തോട്, കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങളുടെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളും പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ പിതാവ് പുത്രൻ അമീൻ മുഖാന്തരം നിങ്ങൾക്ക് അതെല്ലാം നൽകി തരും. പക്ഷെ നിങ്ങൾ ഇതുവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിന്ന കർത്താവിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം ആരും നിരാശയോടെ വെറും കൈയോടെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ ദരിദ്രരുടെ എണ്ണം പെരുകി. എന്തുകൊണ്ടാണ്? സാധുക്കളുടെ എണ്ണം പെരുകി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി, ദൈവവുമായി ബന്ധമില്ലാതെ, ദൈവവുമായി സമ്പർക്കങ്ങളില്ലാതെ, ദൈവവുമായി ഇടപാടുകളില്ലാതെ, വചനമാകുന്ന വിത്തുകൾ ഹൃദയത്തിനകത്ത് വിതയ്ക്കുവാൻ ഇടം കൊടുക്കാതെ മനുഷ്യൻ തങ്ങളുടെ പാരമ്പര്യത്തിനകത്തും അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അവർ പണ്ട് എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് മനുഷ്യരുടെ കയ്യടി വാങ്ങുമ്പോൾ എന്തോ വലിയ പുള്ളികളാകാൻ ശ്രമിക്കുമ്പോഴേ അവർക്ക് ജീവിതത്തിൽ ഉയരുവാൻ കഴിയത്തില്ല. അല്ലേ? ലോക രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 800 കോടിയിലധികം ജനമുണ്ടെന്ന 7 ഭൂഖണ്ഡങ്ങളിലായിട്ട് 800 കോടിയിലധികം ജനങ്ങളിൽ അമിത് വലിയ അതിൽ 4/3 ജനങ്ങളും കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരാണ്. 4/3 ജനങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീര് കൊണ്ട് കടന്നു പോകുന്നവരാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മണ്ണ് കൊണ്ട് അപ്പം ചുട്ട് തിന്നുന്ന ചില രാജ്യങ്ങളെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, മാധ്യമം കണ്ടിട്ടുണ്ട്. ആമീൻ കാട്ടിലെ വിത്തുകൾ പറിച്ച് തിന്ന് ഉപജീവനം കഴിക്കുന്നവരുണ്ട്. ആമീൻ നരഭോജികളായിരിക്കുന്ന മനുഷ്യർ ഇന്നുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടുന്ന മനുഷ്യരെ വേട്ടയാടി പിടിച്ച് മനുഷ്യമാംസം തിന്നുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ അന്ധവിശ്വാസത്തിന് അതിൻ്റെതായി പലരും കിടക്കുമ്പോൾ പലരും അതിനടിമപ്പെട്ടു പോയതുകൊണ്ട് യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമായി പോയി. അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യത തന്നെ അവരുടെ ജീവിതത്തിലും വെളിപ്പെടുകയാണ്. രക്തം ചെയ്യാൻ എന്നെ കേൾക്കുന്ന ശ്രോത, അതുകൊണ്ട് മനുഷ്യൻ മുഴുവൻ ക്ഷാമത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും കണ്ണതിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇന്ന് പകൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നവരോട് പറയുന്ന ശക്തമായ ദൂതാണ്, നിന്റെ ഹൃദയമാകുന്ന ആ നല്ല നിലത്തെ നീ ആത്മാവിൽ കാണണം. നീ നിൽക്കുന്ന ഭൂമി നല്ല നിലമായതുപോലെ തന്നെ ഹല്ലേലൂയ
നിങ്ങളുടെ ഹൃദയത്തെ നല്ല ദിനമായി കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും വിലയേറിയതുമായ ദൈവവചനം നിന്റെ ഹൃദയത്തിനകത്ത് നീ വിതയ്ക്കുകയാണെങ്കിൽ, വചനം നീ വായിച്ചു പഠിച്ച് ഹൃദയത്തിനകത്ത് ഹൃദ്യസ്ഥമാക്കുകയാണെങ്കിൽ, വചനം നിന്റെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് നീ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ നിന്റെ സകല പരാജയങ്ങളും ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനവുമായി യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ലോകവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ട് പിടിപാടുണ്ട്, ഒരു മത നേതാക്കന്മാരുമായിട്ട് പിടിപാടുണ്ട്. നിങ്ങൾക്ക് സംഘടന തലത്തിലും അധികാര സ്ഥാനങ്ങൾക്ക് ഒരുപാട് പിടിപാടുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭൂമി പലരുമായിട്ട് നിങ്ങൾക്ക് പിടിപാടുണ്ടെന്ന് പറയാറ്. എന്നോട് ഒരുപാട് പേരുണ്ട്, എൻ്റെ ഭാഷ ഞങ്ങൾക്ക് ഒരുപാട് പിടിപാടുകളുണ്ട്, ഒരുപാട് ആളുകളെ ബന്ധമുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴത്തെ ഞങ്ങളുടെ ഇടയ്ക്ക് ഓടിയെത്തുന്നവരുണ്ടെന്ന്. അതെല്ലാം ലോകപ്രകാരം അശ്രോതാവേ. അത് നിന്നെ എല്ലാ കാലത്തും പുലർത്തണമെന്നില്ല. പക്ഷെ നിനക്ക് നല്ലൊരു പിടിപാട് എവിടെ വേണ്ടത്? സ്വർഗത്തിലെ കർത്താവിനോട്. സ്വർഗത്തിലെ കർത്താവിനോട് നിനക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശുവിനെ കഴിയും. ഇവിടെ ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്ക് ആ ആണ്ടിൽ വിത്ത് വിതച്ച് 100 മേനി വിളവ് കിട്ടി. അവനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു പറയുമ്പോൾ ഇസഹാക്കിനെ ദൈവത്തോട് ചേർന്നിരുന്നു, ദൈവത്തോട് ചേർന്ന് നടന്നു, ദൈവം പറയുന്നത് കേട്ടു, മാതാപിതാക്കളെ അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ച് ബഹുമാനിച്ച് ഹൃദയത്തിനകത്ത് കർത്താവിന് ആദരവ് കൊടുത്തു. വചനം കേൾക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ കാതുകൾ തുറന്നു, ആത്മാവിനെ ഒരുക്കി. ദൈവം പറയുന്നത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവവചനത്തിനകത്ത് ഉറച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ വചനം എഴുതപ്പെട്ടില്ല, വാമൊഴിയാണ്. എങ്കിൽ പോലും കർത്താവ് പറഞ്ഞ വാക്കുകൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കർത്താവിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത്, യഹോവയായ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്തെ വിടണം, ലോകത്തിന്റെ മാലിന്യങ്ങളെ വിടണം, ലോകത്തിൽ നിങ്ങൾക്കുള്ള പിടിപാടുകളൊക്കെ ഒന്ന് മാറ്റിവെക്കണം. ലോകത്തിൽ നിങ്ങൾക്ക് ബന്ധങ്ങളൊന്നും വേണ്ടെന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിന് മതി. അമിത ബന്ധം, അമിതമായ എല്ലാവരും ഒന്നും നമുക്ക് ആവശ്യമില്ല. കർത്താവുമായിട്ട് ചേർന്നിരിക്കണം. ഈ ലോകം എന്ന് പറയുന്നത് ദുഷ്ടനും പാപിയും പരിഹാസിയും കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. അവരുടെ നടുവിൽ നിന്ന് വേറിട്ടിരിക്കണം. ഹല്ലേലൂയ. ഗെരാരിലെ ഫിലിസ്ത്യ രാജാവായ അബീമേലെക്കും അവരുടെ സൈന്യാധിപന്മാരും അവിടുത്തെ ജനങ്ങളും അവരെ പോലെ ദുഷ്ടന്മാരും പാപികളും പരിഹാസികളും അന്നും കാണും. ഇന്നും അത് തന്നെ ഉള്ളപ്പോൾ അവരുടെ നടുവിൽ നിന്ന് വേറിട്ടിരിപ്പിന്ന വചനം പറയുന്നത്. അങ്ങനെ അവരുടെ നടുവിൽ നിന്ന് വേറിട്ടിരുന്ന ഇസഹാക്ക് യഹോവയായ ദൈവത്തിന്റെ വചനത്തെയും യഹോവയായ ദൈവത്തിന്റെ ശബ്ദത്തിനും ചെവി കൊടുത്തുകൊണ്ട് ദൈവസന്റെ ഒരു ധ്യാനപുരുഷനായി മാറിയതുകൊണ്ട്, ദൈവസനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി മാറിയതുകൊണ്ട്, ദൈവമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് അവരെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് നിങ്ങൾ ലോകത്തെ വിട്ടിട്ട് എന്ത് ചെയ്യണം? സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നെങ്കിൽ നിനക്ക് മാത്രമേ ജീവിതത്തിൽ പ്രത്യാശയുള്ള ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ പലതിലുമാണ് സന്തോഷിക്കുന്നത്. ചിലർ മദ്യപാനത്തിൽ സന്തോഷിക്കുന്നു, ചിലർ ലഹരികളിൽ സന്തോഷിക്കുന്നു, ചിലർ മയക്കുമരുന്നുകൾക്കകത്ത് സന്തോഷിക്കുന്നു, ചിലർ രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങളിൽ സന്തോഷിക്കുന്നു, ചിലർ അക്രമങ്ങളിലും ദുഷ്ടതകളിലും വ്യഭിചാരങ്ങളിലും പരസങ്ങളിലും അശുദ്ധിയിലും സന്തോഷിക്കുന്നു, ചിലർ മദ്യത്തിനും മയക്കിലും, അങ്ങനെ വിവിധ തലങ്ങളിലും മനുഷ്യൻ സന്തോഷം കണ്ടെത്തുന്നത്. എന്നാൽ ഈ ഭൂമി നമ്മളായിരിക്കുമ്പോൾ ലോകത്തിലുള്ള സന്തോഷം നീ കണ്ടെത്താതെ ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം വചനം നിന്റെ ഹൃദയത്തിലുണ്ടോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ നിനക്ക് സന്തോഷിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അപ്പം ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലുള്ള ആ വചനം നിനക്ക് സന്തോഷം തരുമ്പോൾ ആ വചനത്തെ നിനക്ക് ലഭ്യമാകുന്ന സമയങ്ങളിലെല്ലാം, നിനക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം വചനം നിന്റെ ഹൃദയത്തിനകത്ത് അയവിറക്കിക്കൊണ്ട് നീ ദൈവത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ 100 മേനിയായി അനുഗ്രഹിച്ച്, അവൻ നിന്നെ 100 മേനിയായി നിന്നെ അനുഗ്രഹിച്ച് നീ വലിയ ഭാഗ്യവാനായി മാറും. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസ് ലോർഡ്.
ദൈവത്തെ കൂടാതെ എന്ത് ചെയ്താലും അതെല്ലാം നഷ്ടങ്ങളാണ്. ദൈവമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും അതൊന്നും ശാശ്വതമല്ല. അനവധി പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും കൊള്ളയടിക്കുന്നവരും വലിയ അഴിമതിക്കാരും കരിഞ്ചന്തക്കാരും ഭൂരിത്തും കൈക്കൂലിക്കാരും ഒക്കെയുണ്ട്. അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? ദൈവികതമല്ലാതെ പണം ഉണ്ടാക്കുന്ന, അഴിമതിയുടെ പണം ഉണ്ടാക്കുന്ന നേതാക്കന്മാരുടെ മതങ്ങളിലും രാഷ്ട്രീയത്തിലും അവർക്ക് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ, ഗെരാരിൽ വന്ന് ഇസഹാക്ക് പാർത്തപ്പോൾ ഫിലിസ്ത്യ രാജാവായിരിക്കുന്ന രാജാവിന്റെ സൈന്യത്തോടും അവന്റെ ആളുകളോടും ചേർന്ന് അവരുടെ രീതികൾക്കനുസരിച്ച് ആമേൻ ജീവിക്കാതെ ഫിലിസ്ത്യ രാജാക്കന്മാരുടെ ആളുകളുടെ ജീവിത സ്വഭാവം അനുസരിച്ച് ആ ഇസഹാക്ക് ഗെരാരിൽ പാർക്കാതെ അവൻ ദൈവത്തോട് ചേർന്നിരുന്നു. ഹല്ലേലൂയ. അപ്പം ഗെരാരിൽ പാർക്കുമ്പോൾ തന്നെ ഇസഹാക്ക് ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഫിലിസ്ത്യ രാജാവായിരുന്ന അബീമേലെക്കിനെ പോലെ അനവധി രാജാക്കന്മാർ വിവിധ മേഖലകളിൽ ആമേൻ ഉണ്ടെന്ന് ചിന്തിക്കണം. അവർ ദുഷ്ടന്മാരാണ്. ഹല്ലേലൂയ. അവർ പാപികളാണ്, ദൈവമായി ബന്ധമില്ലാത്തവരാണ്, അവരോരോ അഭിനയ നേതാക്കളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അവരെ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാതെ ഇസഹാക്കിനെ പോലെ ദൈവത്തിന്റെ വചനത്തിൽ നീ സന്തോഷിക്കണം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയില്ല, മത നേതാക്കന്മാർ പലരും ചെയ്തു കൂട്ടുന്ന ഹീനവും നീചവുമായ പ്രവർത്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന ഹീനവും നികൃഷ്ടവുമായ പ്രവർത്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവർത്തികളെ നാം കാണുമ്പോൾ ഹല്ലേലൂയ, നീ അതിൽ നിന്ന് വേറിട്ടിരിക്കണം. ഹല്ലേലൂയ. ഇസഹാക്ക് ഗെരാരിലെ ജനത്തിന്റെ ജീവിത സ്വഭാവം തന്റെ ഉള്ളിലേക്ക് പകർത്താതെ താൻ യഹോവയുടെ വചനം കേട്ടൊരു ധ്യാനപുരുഷനായി ദൈവത്തോട് മാത്രം ചേർന്ന് പറ്റിയിരുന്ന് ദൈവവചനമനുസരിച്ച് ദൈവത്തിന്റെ ജീവിക്കുകയും ദൈവ വാക്ക് കേട്ടന്ന് ഗെരാരിൽ വിത്ത് വിതച്ചപ്പോൾ ഹല്ലേലൂയ, ആ തരിശായിട്ട് കിടന്ന ആ ഭൂമിയിൽ നിന്ന് ദൈവം 100 മേനി വിളവ് കൊടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ദൈവത്തോട് ചേർന്നിരുന്ന നീ ദൈവോദരമാകുന്ന വിത്ത് നിന്റെ ഹൃദയത്തിനകത്ത് വിതച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കും. പ്രൈസലോ. നമ്മൾ ഈ ലോകത്ത് വേറൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യം ഈ ദൈവവചനമാണ് പലരും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം വേദപുസ്തകം കാണാതെ പഠിച്ചിട്ട് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ രാഷ്ട്രീയക്കാരും നിയമസഭയിലുള്ളവരൊക്കെ നിയമസഭയിൽ ചിലപ്പം ചില നിയമസഭ കൂടുമ്പോഴൊക്കെ ചില നേതാക്കന്മാർ ദൈവവചനം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ കഴിഞ്ഞു പോയ നിയമസഭയ്ക്കകത്ത് പലരും, ഇന്നത്തെ നിയമസഭയ്ക്കകത്ത് പലരും അല്ലെങ്കിൽ ദൈവവചനം പറയുന്നവരുണ്ട്. ഇന്നത് ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്ത അനവധി ജനപ്രതിനിധികൾ അത് ഇടത് വലത് ഭാഗത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ദൈവവചനം പറയുന്നവരുണ്ട്. അതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടി, അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവർ വിശ്വാസികളെ പറ്റിക്കുകയും വിശ്വാസികളുടെ ഇടയിൽ കാണിക്കുന്ന കാപട്യ വേഷങ്ങളാണ്. നീ അവരെയും വിശ്വസിക്കരുത്. അവരുടെ ഇടയിൽ നീ മാറി നിൽക്കണം. നിന്റെ വോട്ട് മേടിക്കാൻ വേണ്ടി നിന്നെ ഏതെങ്കിലും വിധത്തിൽ കാപട്യത്താൽ നിന്നെ വശീകരിച്ചുകൊണ്ട് നിന്നെയും നിന്റെ ജീവിതത്തെയും തകർക്കുന്നവരെ നീ തിരിച്ചറിയണം. പക്ഷേ ഇതിനൊന്നും ഇസഹാക്ക് പോയില്ലെന്ന് ഓർക്കണം. ഗെരാരിൽ അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവും സൈന്യാധിപന്മാരും മറ്റ് ജനങ്ങളോടുള്ളപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന ഇസഹാക്കിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. അവനാണ് 100 മേനി വിളവ് കിട്ടിയത്. അവനെയാണ് ദൈവം വർദ്ധിച്ചു മഹാനാക്കി തീർത്തത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്റെ ഹൃദയം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തിന്റെ വിത്ത് പോലെ നിന്റെ ഹൃദയത്തെ നീ ദൈവസന്നിധി കൊടുത്തുകൊണ്ട് ആത്മീയമായി നീ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ദൈവം നിന്നെ ഉയർത്തും. അതുകൊണ്ടാണ് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണം ഈ ദൈവത്തിന്റെ വചനം ആവശ്യമില്ലാതെ നാവ് കൊണ്ടെടുത്ത് അതുകൊണ്ട് കാര്യം നേടുന്നതിനെയൊക്കെ ദൈവം സന്ദർശിക്കുന്നു. ഓർത്തണം, എന്റെ വചനം വൃഥ എടുക്കരുതെന്നാണ്, വൃഥ ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. ചിലരിന്ന് ദൈവത്തിന്റെ വചനത്തെ ആവശ്യമില്ലാതെ എടുത്ത് അവർ വലിയ ഭക്തന്മാരാണ്, അതിഭക്തന്മാരാണ്, ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി, എന്നിട്ട് പല ജട്ടികമായി പണി ചെയ്യാൻ വേണ്ടിയിട്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. നീ അവരുടെ ഇടയിൽ നിന്ന് വേറിട്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്തോത്രം,
കുരുത്തി ലേഖനം അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ വായിക്കണം. ആ കുരുത്തി ലേഖനം വായിക്കണം. അല്ലെങ്കിൽ അവരുടെ നടുവിൽ നിന്ന് വേറിട്ടിരിപ്പിന്നൊക്കെയാണ് വചനം പറയുന്നത്. നിങ്ങൾ ജനത്തെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നാണ് ഹല്ലേലൂയ പൗലോസ് കാരാഗ്രഹപ്രാവണിയിൽ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് റോമലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം ദൈവം മാറ്റം തരും. ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തിലുള്ള മനുഷ്യനെ വിശ്വസിക്കുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല. കാരണം എല്ലാം കാപട്യം നിറഞ്ഞവരാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ അത്ര വിശുദ്ധൻ. ഞാൻ വിശുദ്ധനൊന്നും ഞാൻ അവകാശപ്പെടാനില്ല. ഞാൻ ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് കർത്താവ് എന്റെ പാപങ്ങളെ ക്ഷമിച്ച്, എന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച് ഈ ദുഷ്ടലോകത്ത് ഞാൻ വസിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ഇടയിൽ ഞാൻ പാർക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്ന് വേറിട്ടിരിപ്പാൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവയെ രാപ്പകൽ ധ്യാനിച്ച് അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ എന്നെ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ദൈവവചനം ധ്യാനിക്കുന്ന അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ്. കണ്ടോ? അല്ലെങ്കിൽ ആറ്റിരികത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വൃക്ഷങ്ങളെ നമ്മൾ കാണാറുണ്ട്. പ്രകൃതിയിൽ ഒരുപാട് വൃക്ഷങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പലവിധമായ വൃക്ഷങ്ങൾ കാണുകയിൽ ഫലമുള്ളതും ഫലമില്ലാത്തതും ആയിട്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുക, ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പലപ്പോഴും ഉണങ്ങിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. കടലോരത്തിൽ നിൽക്കുന്ന തെങ്ങുകൾക്ക് എപ്പോഴും അതിന്റെ വേരുകൾ കടലിലെ വെള്ളം വലിച്ചെടുക്കുന്നെങ്കിൽ എത്രയോ തെങ്ങുകളാണ് ഹല്ലേലൂയ അതും ഉണങ്ങി അതും തകർന്ന് കിടക്കും നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ ഈ ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആറ്റിരികത്ത് നട്ടി ഞാനൊരു പൊതുവായൊരു വൃക്ഷത്തെ കുറിച്ച് പറയാം. നിങ്ങൾ ഈ ചക്ക കായ്ക്കുന്ന അല്ലെങ്കിൽ ഈ പ്ലാവ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ പ്ലാവ് എന്ന് പറയുന്നത് ആറ്റിരികത്ത് നിന്നാലും കടലോരത്ത് നിന്നാലും തോട്ടുകൾ സൈഡിൽ നിന്നാലും അത് പുഴയുടെ ഏതെങ്കിലും തീരത്ത് നിന്നാലും, ഇനി അത് മലമടക്കുകളിൽ പാറക്കെട്ടുകൾക്ക് ഇടയിൽ ആ പ്ലാവ് നിന്നാലും, ആ പ്ലാവിന്റെ ഇല എപ്പോഴും പച്ചച്ച് നല്ല തഴച്ചായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്ലാവിന്? നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവ് നോക്കണം, നിങ്ങളുടെ പറമ്പിന്റെ അവസ്ഥകൾ നോക്കിയിട്ട് ആ പ്ലാവിനെയും കൂടെ നോക്കിയിട്ട് അത് എപ്പോഴും തഴച്ച് നല്ല പച്ച നിറത്തിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം എപ്പോഴും നല്ല തഴച്ച് വളർന്ന് ക്രിസ്തുവിൽ. ഇത് ഈ പ്ലാവിന്റെ ഇല അല്ലേലിയ, ഈ പ്ലാവിലുണ്ടായിരിക്കുന്ന ഈ പച്ചലകളിൽ ചിലത് പഴുക്കും അല്ലേലിയ. അപ്പം പഴുക്കുമ്പോൾ ആ പഴുക്കുന്ന ഇലകൾ മുകളിൽ നിൽക്കുന്ന പച്ച ഇലകൾ അറിയാതെ അത് തന്നെ പൊഴിഞ്ഞ് താഴോട്ട് വീഴും. ഹല്ലേലൂയ. ആ പഴുത്ത ഇലകളൊക്കെ പ്ലാവ് അറിയാതെ, ചില്ലി അറിയാതെ, മേളിൽ നിൽക്കുന്ന പച്ചല അറിയാതെ ആ പ്ലാവിൽ പഴുത്തലെല്ലാം അത് തന്നെ അടർന്നു വീഴും. അത് ആ പ്ലാവ് പോലും അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെ എല്ലാം എന്ത് ചെയ്യണം? പഴുത്ത പ്ലാവല പൊഴിഞ്ഞു പോകുന്നത് പോലെ പൊഴിഞ്ഞു പോവുകയും നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആത്മജീവിതത്തെ നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ തഴച്ചു വളരുന്ന വൃക്ഷം പോലെ നിങ്ങൾ കൊണ്ടുവരണം. അതിന് നിന്റെ ഉള്ളിൽ ദൈവവചനമാണ് ആവശ്യം. ഹല്ലേലൂയ. അതിന് നിന്റെ ഉള്ളിൽ ദൈവവചനം വേണം. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനം വിതച്ച് നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ നീയും അതേപോലെ തന്നെ ആറ്റിരികത്ത് നട്ടിരിക്കും തക്കകാലത്ത് ഫലം ഇലവാടാത്തതുമായ വിഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് അടുത്ത വചനം പറയുന്നത്. അവൻ ചെയ്യുന്നതൊക്കെയും അല്ലെ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെയും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ സാധിക്കണമെങ്കിൽ നമുക്ക് ദൈവമായിട്ട് അടുത്ത ബന്ധമാണ് ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി നല്ല ചുറുചുറുക്കുള്ള മനുഷ്യനായിരുന്നു. അല്ലെ? നല്ല ചുറുചുറുക്കും കഠിനാധ്വാനം ചെയ്യുന്നവനായിരുന്നു. താൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ ആഗ്രഹിച്ചില്ല. നിങ്ങൾ എപ്പോഴും കർത്താവിന്റെ വേലയിൽ നല്ല ചുറുചുറുക്കുള്ളവനായിരിക്കണം. കർത്താവിന്റെ വേലയിൽ കഠിനാധ്വാനം ചെയ്യുന്നവനായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യപ്പെട്ടു അധൈര്യപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ എപ്പോഴും മനോധൈര്യമുള്ളവനായി
നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും വചനമാകുന്ന വിത്തുകൾ നിറച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു വശത്ത് ഇസഹാക്ക് ആടുകളും മാടുകളും ഒക്കെ ഉള്ള ഒരു ഇടയനാണ്. മറുവശത്ത് അവൻ കൃഷി ചെയ്ത് വിത്ത് വിതച്ച് വളരെ മികച്ച വിളവ് കണ്ടെത്തുന്നവരുമാണ്. കഠിനാധ്വാനിയാണ്. ഒരു വശത്ത് ഇസഹാക്കിന് ഒരുപാട് ആടുമാടുകളൊക്കെ ഉണ്ട്. അതിനെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കണം, അതിന് വേണ്ടുന്ന ആഹാരം കൊടുക്കണം. അപ്പോൾ തന്നെ മറുവശത്ത് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് വിത്ത് വിതച്ച് 100 പേര് വിളവ് കണ്ടെത്തുന്നവൻ കഠിനാധ്വാനിയായിരുന്നു, നല്ല പ്രയത്നം ചെയ്യുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവം അവനെ അനുഗ്രഹിച്ചത്. അത് നീ കർത്താവിന്റെ വേലയിൽ എങ്ങനെയാണ്? നീ കഠിനാധ്വാനം ചെയ്യുന്നവനാണോ? സുവിശേഷം പറയുന്നവനാണോ? കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണോ? ഹല്ലേലൂയ. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ കടന്നു വരുമ്പോൾ, സാഹചര്യങ്ങൾ ഓരോന്ന് മാറി മാറി വരുമ്പോൾ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ, ഇസഹാക്കിനെ പോലെ നീ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവളാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, അതിന്റെ നിന്റെ പ്രവർത്തിക്ക് തക്ക ഫലം ദൈവം 100 മേനിയായിട്ട് തരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ജീവിതത്തിൽ നിരാശയുടെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ കടലിൽ കടന്നു പോകുന്ന മാതാവേ പിതാവേ, ദൈവം നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. അപ്പൊ ഇസഹാക്ക് ഒരു വശത്ത് ആടുമാട് കന്നുകാലികളെല്ലാം നോക്കുന്നു, മറുവശത്ത് വിത്ത് വിതയ്ക്കുന്നു. അപ്പോൾ തന്നെ അനേക കിണറുകൾ കുഴിച്ചു. അതിൽ പല കിണറുകളും ഫിലിസ്തർ നികത്തിക്കളഞ്ഞു. ഇസഹാക്ക് നിരാശപ്പെടാതെ തന്റെ പിതാവിന്റെ കാലത്തുള്ള കിണറുകൾ പിന്നെയും കുഴിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അനവധി കിണറുകൾ കുഴിച്ചു. കണ്ടോ, ഇവന് ആടുപാട് കന്നുകാലികളെല്ലാം നോക്കി വളർത്തുന്നുണ്ട്, വിത്ത് വിതയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പിതാക്കന്മാർ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ അനേക കിണറുകൾ കുഴിച്ചു. ആ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യൻ മണ്ണിട്ട് മൂടിക്കളയുക. വലിയ പ്രതികൂലങ്ങൾ, വലിയ വെല്ലുവിളികൾ. ഏത് കിണർ കുഴിച്ചാലും ഫിലിസ്ത്യൻ വന്ന് മണ്ണിട്ട് മൂടിക്കളയും. അങ്ങനെ ഇസഹാക്ക് അതിനകത്തൊന്നും നിരാശപ്പെട്ടു പോകാതെ, ഫിലിസ്ത്യനുമായി മല്ലിടാതെ, അവനെതിരെ പ്രതികാരത്തിന് പോകാതെ, അവനോട് യുദ്ധം ചെയ്യാണ്ടേക്കാതെ ദൈവത്തിന് ക്ഷമാശീലനായി ഇരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും കിണറുകൾ കുഴിക്കുവാൻ തുടങ്ങി. ഇസഹാക്ക് തന്റെ മുഴു കുടുംബത്തോടെ കഠിനാധ്വാനം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, നിന്റെ മുഴു കുടുംബത്തോടുകൂടി നീ കർത്താവിന് വേണ്ടി എങ്ങനെ നിൽക്കുന്നു? കർത്താവിന് വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? കർത്താവിന് വേണ്ടി സുവിശേഷം പറയുന്നുണ്ടോ? ദൈവവചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? അതോ നീ ലോകപ്രകാരമാണോ ജീവിക്കുന്നത്? നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സമയം വേർതിരിക്കണം. അപ്പൊ ഇസഹാക്ക് തന്റെ കുടുംബത്തോടൊന്ന് വളരെ ദൈവഭക്തിയോടും കഠിനാധ്വാനത്തോടും കൂടി വേല ചെയ്ത്. എന്നാൽ ചിലർ ഭക്തി മാത്രം പറഞ്ഞുകൊണ്ട് നടക്കും. ചിലര് ഭക്തി മാത്രം പറഞ്ഞുകൊണ്ട് നടക്കും. ചിലപ്പോൾ ഭയങ്കര ഭക്തിയുടെ വേഷത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ക്രിസ്തുവില്ല. ഹല്ലേലൂയ. നിങ്ങൾ കഠിനാധ്വാനിയായി നിങ്ങൾ വേല ചെയ്യുന്നെങ്കിൽ, അധ്വാനിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ ഒരു മടിയും ഉണ്ടാകത്തില്ല. പക്ഷെ ക്രിസ്തുവിലൂടെ ആയിരിക്കണം, യേശുവിലൂടെ ആയിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരേ, പക്ഷേ കർത്താവിനെ നിങ്ങൾ മറന്നു കളയരുത്. ഇസഹാക്ക് ഒരിക്കലും യഹോവയായ ദൈവത്തെ മറന്നു കളയാതെ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കുടുംബത്തോടൊപ്പം ചേർത്ത് യഹോവയായ ദൈവത്തെ ചേർന്ന് നിർത്തിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിനോട് കൂടി ചേർന്ന് നിന്നാൽ ദൈവം നിനക്ക് 100 മേനി വിളവ് തരും. ഹല്ലേലൂയ. ദൈവം നിനക്ക് 100 മേനി വിളവ് തരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനവാക്ക് വായിക്കുമ്പോൾ 128 സംഗീതമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ വചനത്തെ നമ്മളെപ്പോഴും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം, അതിൻ്റെതായ വില കൊടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നമ്മൾ ഈ 126 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം ആറാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, 5-ാമത്തെ വാക്യത്തോട്ട് വായിക്കുമ്പോൾ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ഇസ്ഹാക്ക് വളരെ കണ്ണുനീരോടെ വിതച്ചു, അവൻ ആർപ്പോടെ കൊയ്തു. ഹല്ലേലൂയ. വിത്ത് ചുമന്നും കരഞ്ഞും ചുമന്നും കൊണ്ട് നടന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് ഇസ്ഹാക്ക് ഗെരാരിൽ മറ്റുള്ള മുമ്പിൽ ശ്രേഷ്ഠനായി മാറി, ഉത്തമനായി മാറി.
ഹല്ലേലൂയ. ഗെരാരിലെ ഒരു കൂട്ടം ജനം ഫിലിസ്ത്യർ അവനെതിരെ പ്രതികൂലമായി നിന്നപ്പോഴും കണ്ണുനീരോടെ വിത്ത് വിതച്ചവനെ ദൈവം മാനിച്ചെന്ന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് കുടുംബം എതിരായിരിക്കാം, സഹോദരങ്ങളെതിരായിരിക്കാം, നിന്റെ മാതാപിതാക്കളെതിരായിരിക്കാം, നിന്റെ ഭർത്താവ് നിനക്കെതിരായിരിക്കാം, നിന്റെ ഭാര്യ നിനക്കെതിരെ, നിന്റെ ദേശം നിനക്കെതിരായിരിക്കാം, നിന്റെ സമൂഹം നിനക്കെതിരായിരിക്കാം. നീ കൂടി വരുന്നവരുടെ നടുവിൽ നീ ഒരുപക്ഷെ ഒറ്റപ്പെട്ടേക്കാം. എല്ലാത്തിലും വേദനയുടെ നടുവിനാണ് നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ കണ്ണുനീരോടെ നീ ദൈവത്തിന് ഭദ്രമാകുന്ന വിത്ത് വിതച്ച് ദൈവത്തിന് ധ്യാനിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചില ഉയർച്ചകളെ തരും, ചില നന്മകളെ തരാൻ ആഗ്രഹിക്കുക. അത് ദൈവം നിന്നെ അല്ലെങ്കിൽ 100 മേനി വിളവ് നിനക്ക് നൽകി നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നിന്ന് ഉയർച്ചയിലേക്ക് ദൈവത്തിനെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ജോലി ചെയ്താലും അത് മനുഷ്യർക്കായി ചെയ്യാതെ കർത്താവിന് വേണ്ടി ഹൃദയപൂർവ്വം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് ജോലി ചെയ്താലും മനുഷ്യർക്ക് വേണ്ടി ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിന് എന്ന പോലെ ചെയ്യുമെന്നാണ് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കൈകൾ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്നാണ് ഹല്ലേലൂയ 128 സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നത്. നീ കണ്ണുനീരോടെ വിതച്ചാൽ, ഹല്ലേലൂയ, ഇസഹാക്കേ, നീ കണ്ണുനീരോടെ വിതച്ചില്ലേ? ഹല്ലേലൂയ. നീ വേദനയോടെ വിതച്ചില്ലേ? ആമേൻ. ഗെരാരിൽ നീ ഒരുപാട് നിന്ദിക്കപ്പെട്ടില്ലേ, അപമാനിക്കപ്പെട്ടില്ലേ? ഗെരാരിലെ ജനം നിനക്ക് ഒരുപാട് പ്രതികൂലമായി നിന്നില്ലേ? നീ കിണർ കുഴിച്ചതെല്ലാം അവർ മൂടിക്കളഞ്ഞില്ലേ? അവിടെയെല്ലാം നീ ആത്മസമീപത്തോടെ നിന്ന്, ഹല്ലേലൂയ, നീ കണ്ണുനീരോടെ വിതച്ചുകൊണ്ട് നിനക്ക് ആർപ്പോടെ കൊയ്യുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ആമേൻ. സ്വതം, ഹല്ലേലൂയ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന് ഹല്ലേലൂയ 128 വാക്യം വായിച്ചാലും കാണാൻ കഴിയും. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതേ, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. അതോ എന്ന് സഫലമാകും എന്ന്, ആമീൻ, രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ എന്ന് സഭാപ്രസംഗം 11:6 വായിക്കുമ്പോൾ ഇന്ന് പകൽ ഇസഹാക്ക് വിതച്ചതിന് ശേഷം കർത്താവിൽ, ദൈവമേ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കുന്ന വിളവ് നൽകുന്നവൻ അങ്ങാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തോട് കർത്താവേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കഴിഞ്ഞ ചെയ്തു. ഒരുപാട് എതിർപ്പുകളുണ്ടായി, നിന്ദകളുണ്ട്, അപമാനമുണ്ടായിരുന്നു. നീ മുഖാന്തരം ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ എന്നെ അണിയറച്ച് വെണ്ണം വെച്ചു, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കുണ്ടായിരുന്ന നന്മകളുടെ ഒരു അപഹരിച്ചെടുത്തു. എൻ്റെ ജോലി സ്ഥലത്തിന് അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടത് എല്ലാ മേഖലയിലും എന്നെ പരിഹസിച്ചു. എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു, കഠിനാധ്വാനത്തോടെ ഞാൻ നിനക്ക് വേണ്ടി പ്രയത്നിച്ചു. ഇസഹാക്കിനെ പോലെ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണതിലൂടെ ഞാൻ നിന്റെ വചനം വിതച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ആർപ്പോടെ കൊയ്യുവാൻ ഒരു ദിവസത്തെ കർത്താവേ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതം ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ ഭാരപ്പെടുന്ന കണ്ണതിലൂടെ ഇരിക്കുന്ന സഹോദര സൗരി, ദൈവം നിനക്ക് വേണ്ടി ചില നന്മകളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ദൈവം നിനക്ക് വേണ്ടി ചില പുതിയ വാതിലുകൾ തുറക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ. നീ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയത്തിന് തന്നെ ഉയർച്ചയുടെ ചില വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. നിന്റെ കടങ്ങൾ തീർക്കുവാൻ, നിന്റെ സാമ്പത്തിക ഇടപാടുകൾ, നിന്റെ പ്രതിസന്ധികൾ, നീ അനുഭവിക്കുന്ന ദുഃഖം, കണ്ണുനീര്, നിനക്കുണ്ടായി നഷ്ടങ്ങളെ എല്ലാം ഒന്ന് മാറ്റി, ഹല്ലേലൂയ, കണ്ണുനീരുടെ വിതച്ചാർപ്പോടെ കൊയ്യുന്നത് പോലെ ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവം നിന്നെ 100 മേനി വിളവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ചത്, ഉപവസിച്ച് ദൈവസനെ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ആരും കാണാതെ നീ ഒഴുക്കി കണ്ണുനീരിനെല്ലാം 100 മേനി വിളവ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ കേൾക്കുന്ന മാതാപി പിതാവേ, സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ദൈവം നന്മ തരാൻ പോകുക. നീ ദേശത്തും വിദേശത്തും ഒക്കെയായി വിവിധ കഷ്ടം സഹിക്കുന്നില്ലേ, നൊമ്പരപ്പെടുന്നില്ലേ, ഒരു നല്ല ഉയർച്ചയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നില്ലേ, നല്ലൊരു പദവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ, നല്ലൊരു സാലറിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ, നല്ലൊരു ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ, മക്കളുടെ പഠനത്തിൽ തന്നെ ഉയർച്ച, നിന്റെ ഭർത്താവിന്റെ ജോലി ഉയർച്ച, നിന്റെ ജോലിക്കകത്ത് ഉയർച്ച, നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹം, നിന്റെ കുടുംബ സമൃദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ന് പകരം അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം നല്ല നിലമാക്കി മാറ്റി ദൈവത്തിന്റെ ഭദ്രമാകുന്ന വിത്ത് വിതച്ച് ദൈവസനെ ധ്യാനിക്ക്.
ആമേ, നീ ആറ്റിരിക്കുന്ന നാറ്റിക്കും തക്ക കാലത്ത് വലങ്ങ ഇരമാടാത്തതുമായ വൃക്ഷം പോലെ ദൈവം നിന്നെ വളർത്തിയെടുക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഭാരതലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കഷ്ടങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും വേദനയുണ്ട്, അതിന്റെ തമിഴ്ചനത്തെ സൂക്ഷിക്കണമേ. ഗരാനിൽ വന്ന് പാർത്ത ഇസഹാക്ക് കർത്താവി അഭിമേലക്കുന്ന രാജാവിന്റെ ഒരു സൈനാധിപന്മാരുടെ അടുത്ത ജനത്തിന്റെ ഇടയിൽ ഒരുപാട് വേദനകളും സങ്കടങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിച്ചു വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാൽ പോലും ഇസഹാക്ക് യഹോവയെ ദൈവത്തിൽ ആശ്രയിച്ചു വചനത്തെ ധ്യാനിച്ച് ദൈവത്തിന് മുന്നോട്ട് പോയി കഠിനാധ്വാനം കർത്താവ് ചെയ്ത് കണ്ണിലൂടെ വിതച്ചത് ആർക്കൂടെ കൊയ്തു അത് മൂർവേലി വിളവ് കിട്ടി അവനെ അനുഗ്രഹിച്ച കർത്താവ്, ഇന്ന് പകൽ ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ജനത്തിന്റെ കണ്ണുനീര് മാറ്റണമേ, സങ്കടങ്ങൾ മാറ്റം, ദുഃഖങ്ങൾ മാറ്റണം. കഷ്ടതയുടെ അതിലൂടെ കടന്നുള്ള വിവിധ കുടുംബങ്ങൾ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവർ, വിവിധ വിഷയത്തിനൊരു കുടുംബ ജീവിത വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അതിനെല്ലാം ഒരു മാറ്റം കൊടുത്ത് കർത്താവേ സമാധാനത്തെ ജനത്തിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആര് നഷ്ടപ്പെട്ടു പോകാൻ ലോകം പാടില്ല 800 കോടി ജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസിദാസന്മാർ കഷ്ടം സഹിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു 100 മേനി വിളവ് നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണീരോടെ അവർ വിതച്ചതും പ്രാർത്ഥിച്ചതും കരഞ്ഞതും അവരുടെ കണ്ണിൽ നിന്ന് ഓരോ കണ്ണുനീരിനും 100 മേനി കൊടുക്കുന്ന ദൈവം ഇന്ന് പകൽ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.